ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 21-ാം തിരുലിഖിതം. എൻ്റെ നാമം നിമിത്തം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം സ്നേഹത്തിന് പകരം സ്നേഹം, രക്തത്തിന് പകരം രക്തം എന്നതിനെക്കുറിച്ചാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 2-ാം തിരുലിഖിതം. നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം ഇതാ വരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ എന്നെയും നിങ്ങളെയും നിത്യജീവൻ്റെ അഭിഷേകം നൽകി സ്വർഗരാജ്യത്തിൻ്റെ സമ്പന്നത കൊണ്ട് നിറയ്ക്കാൻ ഇതാ സ്വർഗസ്ഥനായ പിതാവ് ഇടപെടുകയാണ്. ഈ മണിക്കൂറുകളിൽ യേശുവിന്റെ നാമത്തിൽ പ്രകടമായ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് വർഷിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതാ കഴിഞ്ഞ നാളുകളിൽ ടെലിവിഷനിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടപ്പോൾ, ടെലിവിഷനിൽ ഈ വചന ശുശ്രൂഷ കേട്ടപ്പോൾ അനേകം കുടുംബങ്ങളിൽ കർത്താവ് ചെയ്ത ആയിരക്കണക്കിന് അത്ഭുതങ്ങളിൽ 1-2 നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എൻ്റെ പേര് അന്നമ്മ. ഞാൻ കോട്ടയം ജില്ല കാഞ്ഞിരപ്പള്ളി സ്വദേശി. ഞാൻ എല്ലാ ഞായറാഴ്ചയും 8:30 മണി മുതൽ ഷാലോം ചാനലിൽ അട്ടപ്പാടി സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന അഭിഷേകാഗ്നി വചന ശുശ്രൂഷ സ്ഥിരം പങ്കെടുക്കുന്നൊരു വ്യക്തിയാണ്. എനിക്ക് 4 വർഷമായി ഉറക്കമുണ്ടായിരുന്നില്ല. മാനസികമായി പല അസ്വസ്ഥതകളും എന്നെ അലട്ടിയിരുന്നു. ഞാൻ അഭിഷേകാഗ്നിയുടെ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ എൻ്റെ ഈ വേദന സമർപ്പിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ രാത്രി മുതൽ എനിക്ക് നല്ല ഉറക്കം നൽകി ദൈവം അനുഗ്രഹിച്ചു. പിന്നീട് ഇന്ന് വരെ എനിക്ക് ഉറക്കത്തിൻ്റെ മേഖലകളിൽ ഒരു ശല്യമോ തടസ്സമോ അനുഭവപ്പെട്ടിട്ടില്ല. കോട്ടയം ജില്ല കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് അന്നമ്മ ചേട്ടത്തി സാക്ഷ്യപ്പെടുത്തുകയാണ്. മറ്റൊരു വ്യക്തിയുടെ അനുഭവം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് സേവ്യർ PY. തൃശ്ശൂർ ജില്ലയിലുള്ള വടക്കാഞ്ചേരി പ്രദേശത്ത് നിന്നാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഞാൻ മിക്കവാറും ഞായറാഴ്ചകളിൽ ഷാലോം ചാനലിലുള്ള അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്നുണ്ട്. ഒരു ദിവസം ഞാൻ ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ശരീരമാകെ വെട്ടി വിയർത്തു. ഒരു തരിപ്പ് കൊണ്ട് ഞാൻ നിറഞ്ഞു. എനിക്ക് അന്ന് ഒരു രോഗസൗഖ്യമാണ് കിട്ടിയതെന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ അസുഖം, ഞാൻ പെട്ടെന്ന് വിയർക്കുന്നൊരു സ്വഭാവക്കാരനാണ്. കാൽപാദം നന്നായി വിയർത്ത് നടക്കുമ്പോൾ 15 മിനിറ്റ് പോലും ആവുന്നതിന് മുമ്പ് ചെരുപ്പ് കാലിൽ നിന്ന് വഴുതിപ്പോകുന്ന വിധത്തിൽ വെള്ളവും ചെളിയും പോലെയാകും. അതുകൊണ്ട് ചെരുപ്പിട്ട് ഒരു സ്ഥലത്ത് പോലും യാത്രയ്ക്ക് പോകാൻ സാധിക്കുമായിരുന്നില്ല. ഷൂവും സോക്സും ഇട്ടാണ് ഞാൻ എപ്പോഴും യാത്ര ചെയ്തിരുന്നത്. എന്നാൽ എനിക്ക് പ്രത്യേക അനുഭവം ഉണ്ടായതിന് ശേഷം എത്ര ദൂരം വേണമെങ്കിലും ചെരുപ്പിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു കുഴപ്പവുമില്ല. വിയർക്കുന്ന ആ ഒരു രോഗപീഠ എൻ്റെ കാലിൽ നിന്ന് അന്ന് കർത്താവ് എടുത്തു മാറ്റി എന്നെ സുഖപ്പെടുത്തി. പ്രിയപ്പെട്ട സഹോദരൻ, ചിന്തിച്ചു നോക്കുക. നടക്കുമ്പോൾ ഒരു 15 മിനിറ്റ് പോലും ആകുന്നതിന് മുമ്പ് കാലുകൾ വിയർത്ത് ചെളിയും ചേറുമാകുന്നത് പോലെ ചെരുപ്പിൽ അങ്ങോട്ട് വഴുവഴാന്ന് അങ്ങോട്ട് ആയിത്തീരുകയാണ്. നടക്കാൻ പറ്റാത്ത സ്ഥിതി, ഒരു പ്രത്യേക തരത്തിലുള്ള രോഗപീഠ. ദൈവവചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ വടക്കഞ്ചേരി എന്നുള്ള ഈ സഹോദരൻ പറയാണ്, ശരീരം മുഴുവൻ അങ്ങോട്ട് വെട്ടി വിയർത്തു. ശിരസ് മുതൽ പാദം ഒരു തരിപ്പ് വന്ന് നിറഞ്ഞു. ആ സമയം ഈ രോഗം ആ ശരീരത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോയി. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിരവധി വ്യക്തികളുടെ ശരീരങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് വർഷിക്കുകയാണ്.
ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്തുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ ഈ മണിക്കൂർ ഒരു അത്ഭുതത്തിൻ്റെ മണിക്കൂറാകട്ടെ. നിങ്ങളുടെ സമൂഹത്തിൽ ഇതൊരു അത്ഭുതത്തിൻ്റെ മണിക്കൂറാകട്ടെ. ഇപ്പോൾ സ്വർഗത്തിൻ്റെ ശക്തി ഈ കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക്, വാഹനങ്ങളിലേക്ക്, കൃഷിയിടങ്ങളിലേക്ക്, പഠന മേഖലകളിലേക്ക് വ്യാപരിക്കട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിൻ്റെ മേൽ സ്വർഗം തുറന്ന് ഉന്നത അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. അഗ്നി അഭിഷേകം ഇറങ്ങട്ടെ. കാലങ്ങളായി തലമുറകളായി പീഡ അനുഭവിച്ച് നരകിച്ച് വേദനിച്ച് കണ്ണുനീരിൽ കുതിർന്നു കിടക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും യേശുവിന്റെ നാമത്തിൽ അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. മാറാ രോഗങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. പഠിക്കാൻ തടസ്സമുള്ള കുട്ടികളിൽ നിന്ന് പഠന തടസ്സങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. എപ്പോഴും വഴക്ക്, കലഹം, വീട് വിട്ടു പോകണമെന്ന ചിന്ത, ആത്മഹത്യ ചിന്തകൾ, നിരാശ, സങ്കടം, മടുപ്പ്, ജീവിത നൈരാശ്യം യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ വചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ വഴക്കടിച്ചും മല്ലടിച്ചും പോരടിച്ചും വെറുപ്പിലും പ്രതികാരത്തിലും ദുഷിവാക്കുകളിലും പരിഹാസത്തിലും പുച്ഛത്തിലും ദൈവമക്കളെ കെട്ടിയിടുന്ന നാരകീയ സേനകളെയും ദുരാത്മവാദങ്ങളെയും നസ്രായന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹൃദയങ്ങളെ സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, സകല സമൂഹങ്ങളിലേക്കും ഇപ്പോൾ അഭിഷേക ശക്തിയായി വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹത്തിന് പകരം സ്നേഹം, രക്തത്തിന് പകരം രക്തം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്ത്യാനി എന്ന നിലയിലുള്ള ജീവിതം, വേറൊരു വാക്കി പറഞ്ഞാൽ മദ്യപാനം ഉപേക്ഷിച്ച്, ചീത്ത പ്രവർത്തികൾ ഉപേക്ഷിച്ച്, വെറിക്കൂത്തുകൾ ഉപേക്ഷിച്ച്, ലോകപ്രകാരമുള്ള നടപടിക്രമങ്ങൾ ഉപേക്ഷിച്ച് ദൈവവചനത്തിലേക്കൊരു വ്യക്തി വരുമ്പോൾ, ദൈവരാജ്യത്തിൻ്റെ പൈതലായ ഒരു വ്യക്തി മാറുമ്പോൾ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഒരു പുതിയ അഭിഷേകത്തെ നട്ടുപിടിപ്പിക്കുകയാണ്. ഒരു പുതിയ ആവേശം പരിശുദ്ധാത്മാവ് നൽകുകയാണ്. ഒരു പുതിയ ഉണർവ് പരിശുദ്ധാത്മാവ് നൽകുകയാണ്. എന്താണ് ഉണർവ്? എനിക്ക് വേണ്ടി രക്തം ചിന്തിയ എൻ്റെ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ രക്തം എൻ്റെ യേശുവിന് വേണ്ടി ചിന്തണം. എൻ്റെ രക്തം ദൈവരാജ്യത്തിന് വേണ്ടി ചിന്തണം. പാപത്തിൽ തകരുന്ന അനേകം ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി എൻ്റെ രക്തം ചിന്തനം. എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി ബലിയായി തീരണമെന്നൊരു ആവേശം, ഒരു അഭിഷേകം ഇതാ അനേകം ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പകരുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് ഞാനൊരു സംഭവം ഓർമ്മിക്കുകയാണ്. അതായത് വളരെ നാളുകളായി ദൈവവചനം കേട്ട് കൂടെ വചന ശുശ്രൂഷകൾ പങ്കുചേർന്ന് ഇടവകയിലും തിരുസഭയിലും നന്നായി കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു കുടുംബം. ആ കുടുംബം ഈ അടുത്ത നാളുകളിൽ വന്ന് വളരെ ഒരു ആവേശകരമായ ഒരു സംഗതി അച്ഛനുമായി പങ്കുവെച്ച്, അവരുടെ കുട്ടി +2 10ാം ക്ലാസ് പാസ്സായി +2 അഡ്മിഷന് വേണ്ടി പോവുകയാണ്. +2 അഡ്മിഷന് വേണ്ടി ചെല്ലുമ്പോൾ അവരുടെ ആ ഇടവകയിലുള്ള അവരുടെ ആ ഒരു സ്ഥാപനത്തിൽ, ക്രിസ്തീയ സ്ഥാപനത്തിൽ തന്നെ മകളെ പഠിപ്പിക്കണമെന്ന് ഈ ക്രിസ്തീയ മാതാപിതാക്കൾക്ക് തീക്ഷ്ണമായ ആഗ്രഹം. അങ്ങനെ ആ ക്രിസ്തീയ മാതാപിതാക്കൾ ഈ കുട്ടിയുമായി ക്രിസ്തീയ സ്ഥാപനത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉത്തരവാദിത്തപ്പെട്ട അധികാരി ഇവരെ അങ്ങോട്ട് പരിഹസിക്കാനും പുച്ഛിക്കാനും തുടങ്ങി. നിങ്ങൾ വലിയ വലിയ ധ്യാനക്കാരല്ലേ, നിങ്ങൾ വലിയ പ്രാർത്ഥനക്കാരല്ലേ, നിങ്ങൾ വലിയ ദൈവരാജ്യത്തിൻ്റെ വലിയ ആളുകളല്ലേ, നിങ്ങളുടെ ദൈവം നിങ്ങളൊന്ന് രക്ഷിക്കുന്നത് കാണട്ടെ, നിങ്ങളുടെ മകൾക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്നില്ല, ഈ വിധത്തിൽ പറഞ്ഞ് അവരെ അങ്ങോട്ട് പുച്ഛിക്കാൻ തുടങ്ങി. ആ കുട്ടിയുടെ കൂടെ പഠിച്ചവരും ആ കുട്ടീനേക്കാൾ മാർക്ക് കുറഞ്ഞവരും അങ്ങനെയുള്ള പലരും ആ സ്കൂളിൽ അഡ്മിഷൻ കൊടുത്തപ്പോൾ യാതൊരു കാര്യവും പരിഗണിക്കാതെ പെട്ടെന്ന് അവർക്കെല്ലാം അഡ്മിഷൻ കൊടുത്തപ്പോൾ ഇതാ ഈ കുട്ടിയെ മനഃപൂർവ്വം ധ്യാനത്തിൻ്റെ പേര് പറഞ്ഞ്, വിശുദ്ധിയുടെ പേര് പറഞ്ഞ്, ദൈവരാജ്യ വേലയുടെ പേര് പറഞ്ഞ് അധികാരി അവിടെ അഡ്മിഷൻ വന്നിരുന്ന ആളുകളുടെ മുമ്പിൽ പരിഹസിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വീട്ടമ്മ ഈ ഒരു കാര്യം എന്നോട് പങ്കുവെച്ച്, അപ്പം ഞാൻ വിചാരിച്ചു ഇവർക്ക് വിഷമമായിട്ടുണ്ടാവും, ഇവർക്ക് വേദനയായിട്ടുണ്ടാവും. ഉടനെ ഞാൻ വീട്ടമ്മ പറയാണ്, അച്ഛാ ഇതിനേക്കാൾ വലിയ വേദനയും സഹിക്കാൻ ഞാൻ തയ്യാറാണ്.
ഇതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് സഹിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാലും ശരി, ഞാൻ പ്രാർത്ഥനാ ജീവിതം വിട്ടുപോവുകയില്ല, ഞാൻ ആ ദൈവവചന മാർഗം വിട്ടുപോവുകയില്ല, ഞാൻ ആ വിശുദ്ധിയുടെ മാർഗം വിട്ടുപോവുകയില്ല, ഞാൻ ആ തിരുസഭാ മാർഗം വിട്ടുപോവുകയില്ല, ഞാൻ ആ നവീകരണത്തിൻ്റെ വഴികൾ വിട്ടുപോവുകയില്ല. ഇതിനപ്പുറത്ത് ഞാൻ ഇൻസൾട്ട് ചെയ്യപ്പെട്ടാലും, ഞാൻ ഈ ഭൂമിയോളം താന്നു പോയാൽ പോലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ വഴിയെ വിട്ടുപോവുകയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആ സഹോദരിയുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചു. അവരാ സമൂഹത്തിൽ ഒരുവിധം നല്ല വിലയുള്ളവരാണ്. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ ഇതാ വളരെ ഉത്തരവാദിത്തപ്പെട്ട അധികാരി പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അവഹേളിക്കുകയാണ്. പരിഹാസം, ദുഷിവാക്കുകൾ, നിന്ദാവചനങ്ങൾ ഉച്ചരിക്കപ്പെടുകയാണ്. വേറെ ഒന്നിനെക്കുറിച്ചല്ല, ദാരിദ്ര്യത്തെക്കുറിച്ചോ വരുമാനമില്ലായ്മയെക്കുറിച്ചോ പഠിപ്പില്ലായ്മയെക്കുറിച്ചോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തിന്മ പ്രവൃത്തിയെക്കുറിച്ചല്ല. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധിയുടെ മാർഗത്തിൽ ജീവിക്കുകയും അനേകരെ ധ്യാനത്തിന് കൊണ്ടുപോവുകയും ദൈവരാജ്യത്തിൻ്റെ ഒരു വേലക്കാരനായി വേല ചെയ്യുകയും ചെയ്യുന്നു, ഒരു ദൈവഭക്തനായി ജീവിക്കുന്നു എന്ന ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ നിന്ദിക്കപ്പെടുന്നു, ദുഷിക്കപ്പെടുന്നു, അപമാനിക്കപ്പെടുന്നു, ഒറ്റപ്പെടുത്തപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാര്യം ആ കുടുംബം അവതരിപ്പിച്ച് ആവേശത്തോടെ ഇതിനേക്കാൾ വലിയ സഹിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ആദിമ സഭയിൽ പരിശുദ്ധാത്മാവ് കൊടുത്തൊരു ആവേശത്തെക്കുറിച്ച് ഞാൻ പെട്ടെന്ന് ഓർത്തുപോയി. അവർ ഓരോ ഞായറാഴ്ചയും അണ്ടർഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞാൽ ഭൂഗർഭാലയത്തിൽ, അവർക്ക് പരസ്യമായി ഒന്ന് കുർബാന അർപ്പിക്കാൻ നിവൃത്തിയില്ല. ഭൂഗർഭാലയത്തിൽ ഓരോ ഞായറാഴ്ചയും കുർബാന കഴിഞ്ഞ് അവർ പുറത്തേക്ക് പോകുമ്പോൾ പരസ്പരം അഭിവാദനം ചെയ്ത് ആശംസ കൊടുത്തിരുന്ന ഒരു വചനമുണ്ട്, ഒരു വാക്കുണ്ട്: സ്നേഹത്തിന് പകരം സ്നേഹം, രക്തത്തിന് പകരം രക്തം. അടുത്ത ഞായറാഴ്ച ഇനി നമ്മൾ തമ്മിൽ കുർബാന അർപ്പിക്കുക, ഒരുമിച്ച് ഇവിടെ കണ്ടുമുട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഈ പോകുന്ന വഴിയിൽ എൻ്റെ രക്തം, നമ്മുടെ രക്തം യേശുവിനുള്ള വിശ്വാസത്തെ പ്രതി ചിന്തണ്ടി വന്നേക്കാം. ഒരു പക്ഷേ പട്ടാളത്തിൻ്റെ പിടിയിൽ അകപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ടേക്കാം, കുരിശുമരത്തിൽ തറയ്ക്കപ്പെട്ടേക്കാം, അഗ്നിയിലേക്ക് എറിയപ്പെട്ടേക്കാം, ഐസ് പോലുള്ള വെള്ളത്തിൽ താത്തപ്പെട്ടേക്കാം, ആ വറചട്ടിയിലേക്ക് ഇടപ്പെട്ടേക്കാം, വിശന്ന് വരുന്ന സിംഹങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയപ്പെട്ടേക്കാം. എങ്കിലും ആ ക്രിസ്ത്യാനികൾ ഭൂഗർഭാലയത്തിൽ കുർബാന അർപ്പിച്ചിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ കുർബാന കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഇനി ഒരു ബലി അർപ്പിക്കാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് ബലിപീഠത്തോട്ട് ചുംബിച്ച് അവർ യാത്ര പറയുന്ന സമയത്ത് പരസ്പരം അവർ ശക്തിപ്പെടുത്തിയിരുന്ന വചനമുണ്ട്: സ്നേഹത്തിന് പകരം സ്നേഹം, രക്തത്തിന് പകരം രക്തം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഞാൻ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കണം. ആദിമസഭയിൽ മാത്രമല്ല, ഏതെല്ലാം കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടോ ആ കാലഘട്ടങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് ഈ ഒരു ആവേശം ദൈവത്തിൻ്റെ ജനത്തിന് നൽകും. ദൈവമായ കർത്താവിലുള്ള വിശ്വാസം നിസ്സാരമായൊരു സംഗതിയല്ല. രക്തം ചിന്താൻ തക്കവണ്ണം വിലയുള്ളതാണ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. രക്തം ചിന്തിയും ആവേശത്തോടെ ഏറ്റുപറയേണ്ട ഒരു സംഗതിയാണ് വിശ്വാസ ജീവിതം, വിശുദ്ധ ജീവിതം, ദൈവരാജ്യത്തെ ലക്ഷ്യം വെച്ചുള്ള ജീവിതം. ഇതിനെക്കുറിച്ച് ഹെബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 36 മുതൽ 38 വരെയുള്ള തിരുലിഖിതങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. നമ്മുടെ പൂർവികരായ അനേകം വിശുദ്ധാത്മാക്കൾ ഈ വിശ്വാസത്തെ ഏറ്റുവാങ്ങിയപ്പോൾ, ദൈവരാജ്യത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ പരിഹാസത്തെ ഭയന്നോ? അവർ പിന്നെ രോഗത്തെയും ദാരിദ്ര്യത്തെയും ഞെരുക്കത്തെയും നിന്ദാവാക്കുകളെയും ദുഷിവാക്കുകളെയും ഭയപ്പെട്ടിരുന്നുവോ? അവർ ഈ ലോക ജീവിതത്തിന് വേണ്ടി വിശ്വാസം ത്യജിക്കാൻ തയ്യാറായോ? ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവിത വെളിപ്പെടുത്തുകയാണ്. ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവും സഹിച്ചു, ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ വിചാരണ ചെയ്തു, ചിലർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു, ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു, ചിലർ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ച് നിസ്സഹായരായും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. പ്രിയ ദൈവ പൈതലേ, ഈ വിശ്വാസം നിസ്സാരമായ സംഗതിയല്ല, ഒരു അഗ്നി അഭിഷേകമാണിത്. ഈ ഒരു അഭിഷേകം ഞാൻ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈ ലോകത്തിലെ 100% ആളുകളും നിന്ദാവചനങ്ങൾ ഉച്ചരിച്ചാലും നിഷേധവാക്കുകൾ പറഞ്ഞാലും നിരുത്സാഹപ്പെടുത്തിയാലും പിന്നോട്ട് വലിച്ചാലും ശരി, ഞാനും നിങ്ങളും ഈ വിശ്വാസത്തിൽ അടിക്കടി ആവേശം കൊണ്ട് ഈ വിശ്വാസത്തിന് വേണ്ടി എല്ലാം ത്യജിക്കാൻ തക്കവണ്ണുള്ളൊരു ശക്തിയാണ്, ഒരു അഭിഷേകമാണ് സ്വർഗത്തിലെ ആത്മാവ് ഈ വിശ്വാസം ഏറ്റുവാങ്ങുന്ന ഓരോ മകനും ഓരോ മകൾക്കും നൽകുന്നത്. വിശുദ്ധ ലിഖിതം വീണ്ടും തുടരുകയാണ്: വനത്തിലും മലകളിലും ഗുഹകളിലും മാളങ്ങളിലുമായി അവർ അലഞ്ഞു തിരിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ
ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ ഹോമിക്കപ്പെട്ട ഒരു ഗോളത്തിലാണ്, ഒരു ഗ്രഹത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ഈ വിശ്വാസത്തിൽ ആവേശം കൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശ്വാസത്തിന് വേണ്ടി നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ, ഈ വിശ്വാസത്തിന് വേണ്ടി പരിഹാസങ്ങളും നിന്ദങ്ങളും സഹിക്കേണ്ടി വരുമ്പോൾ എൻ്റെയും നിങ്ങളുടെ ഹൃദയം ദുർബലപ്പെടരുത്. അപ്പോസ്തലനായ പത്രോസ്ലീഹ തൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 16-ാം തിരുലിഖിതത്തിൽ ലോകത്തിലുള്ള സകല ക്രിസ്ത്യാനികളോടുമായി പ്രഖ്യാപിക്കുകയാണ്, ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അവൻ അതിൽ ലജ്ജിക്കാതിരിക്കട്ടെ. മറിച്ച് ക്രിസ്ത്യാനി എന്ന നിലയിൽ പീഡകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടട്ടെ. ഒരു അഭിമാനം ഈ കാര്യത്തിൽ എനിക്ക് നിങ്ങൾക്ക് വേണം. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി നഷ്ടങ്ങൾ സഹിക്കുന്നുള്ള അഭിമാനം, വേദന സഹിക്കുന്നുള്ള അഭിമാനം, രക്തം ചിന്തുന്നുള്ള അഭിമാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികളാണ്. എല്ലാ രാജ്യങ്ങളിലും, എല്ലാ ദേശങ്ങളിലും, എല്ലാ ഗോത്രങ്ങളിലും, എല്ലാ വർഗങ്ങളിലും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുവാങ്ങിയ ദൈവമക്കളെ അതാത് ദേശങ്ങൾ, ഗോത്രങ്ങൾ, വംശങ്ങൾ പീഡിപ്പിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഓരോ വർഷവും ഈ വിശ്വാസത്തിന് വേണ്ടി രക്തം ചിന്തുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇറാഖിലെ കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഇറാഖിൽ ഒരു പള്ളിയിൽ ദൈവജനം ഒരുമിച്ച് കൂടി ഞായറാഴ്ച ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു പറ്റം ഭീകരവാദികൾ ദേവാലയത്തിൻ്റെ ആനവാതിക്കലേക്ക് വന്നു. അപ്പോൾ ഒരച്ഛൻ അവിടെ കുമ്പസാരക്കൂട്ടിൽ ജനത്തെ കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു അച്ഛൻ അതാ അൾത്താരയിൽ ബലിയർപ്പണത്തിന് വേണ്ടി ആഗതനായിരിക്കുകയാണ്. ദൈവജനം ഏതാണ്ട് ഒരു 150ഓളം വരുന്ന ദൈവജനം ആ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി ബലിയർപ്പണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പൊടുന്നനെ തോക്കുകളുമായി ദേവാലയത്തിൻ്റെ ആനവാതിലിൽ ഇതാ ചില സാമൂഹ്യ ദ്രോഹികൾ പ്രത്യക്ഷപ്പെട്ടു. ഉടനെ കുമ്പസാരക്കൂട്ടിരുന്ന അച്ഛൻ എഴുന്നേറ്റ് എന്ന് അവരോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ജനത്തെ ദ്രോഹിക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം, പക്ഷെ ദൈവത്തിൻ്റെ ജനത്തെ ഉപദ്രവിക്കരുത്. ഉടനെ ആ സാമൂഹ്യ ദ്രോഹികൾ ആ വൈദികനെ ആ ദേവാലയത്തിൻ്റെ ആനവാതിക്കൽ തന്നെ വെടിവെച്ചിട്ട് അവിടെ കൊല ചെയ്ത്. ഇത് കണ്ടുകൊണ്ട് ആൾത്താരയിൽ കർത്താവിൻ്റെ ദാസൻ നിൽക്കുകയാണ്. ആൾത്താരയിൽ അച്ഛൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഇത് ആനവാതിക്കലേക്ക് വന്നു. അവരോട് പറഞ്ഞു, ദൈവജനത്തെ ഉപദ്രവിക്കരുത്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം, ദൈവജനത്തെ ഉപദ്രവിക്കരുത്. ഈ വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഭീകരവാദികൾ അല്ലെങ്കിൽ ആ സാമൂഹ്യദ്രോഹികൾ ആ വൈദികനെയും കൊല ചെയ്ത് പിന്നെ ദേവാലയത്തിൽ അവർ തലങ്ങും വിലങ്ങും വെടിവെച്ച് 170-ലധികം വിശ്വാസികളെ അവർ കൊല ചെയ്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ശവക്കൂനയാക്കി അവർ മാറ്റി. ഇറാഖിലുള്ള ഒരു ക്രിസ്തീയ ദേവാലയത്തിലെ ഒരു സാഹചര്യമാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി ഇറാഖിലെ പള്ളികളിൽ വിശ്വാസികൾ ബലിയർപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടാൻ പ്രയാസമായിരിക്കുമെന്ന്. എന്നാൽ എന്താ സ്ഥിതി? മുമ്പത്തേക്കാൾ ഇരട്ടി തീഷ്ണത, മുമ്പത്തേക്കാൾ ഇരട്ടി ആവേശം, മരിക്കാൻ റെഡിയായി ഞായറാഴ്ചകളിൽ ദേവാലയത്തിൽ ദൈവജനം തടിച്ചുകൂടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ ഓരോരുത്തരും കുർബാനിക്കുമ്പോൾ അവർക്കറിയാം, ഒരു പക്ഷേ സാമൂഹ്യദ്രോഹിയെ ശല്യമുണ്ടാക്കിയേക്കാം, ഒരു പക്ഷേ സാമൂഹ്യദ്രോഹികൾ കൊല ചെയ്തേക്കാം. ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആരെങ്കിലും ഒന്ന് ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കാൻ ആയുധങ്ങളോ തിരിച്ച് കൊല ചെയ്യാനുള്ള കൊലയായുധങ്ങളോ ആയിട്ടല്ല വിശ്വാസികൾ ദേവാലയത്തിലേക്ക് പോകുന്നത്, മരിക്കാൻ തയ്യാറായി പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്ക് പറഞ്ഞാൽ ഈ വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ആളുകൾ മുമ്പെന്നത്തേക്കാൾ അധികമായി കൂടുതലുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 100,000 വിധത്തിൽ എൻ്റെയും നിങ്ങളുടെയും വിശ്വാസ ജീവിത മേഖലകളിൽ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ കൊല ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ജീവൻ ത്യജിക്കേണ്ട ആളുകൾ വളരെ ചുരുക്കമേ ലോകത്തിലുള്ളെങ്കിലും, അല്ലെങ്കിൽ വളരെ തീക്ഷ്ണമായ വിശ്വാസത്തിൻ്റെ ഒരു വലിയ തീക്ഷ്ണതയുള്ളവർക്ക് ലഭിക്കുന്നുള്ളൂവെങ്കിലും അനുദിന ജീവിതത്തിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ, അഡ്മിഷന് പോകുമ്പോൾ, ബസ്സിൽ കയറുമ്പോൾ, ബസ് സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ, കടയിൽ ചെല്ലുമ്പോൾ, ഓരോ അനുദിന ജീവിതത്തിൻ്റെ
ഓരോ മുക്കിലും മൂലയിലും വെച്ച് ഈ വിശ്വാസത്തെ പ്രതി ദുഷിക്കപ്പെടുന്നവർ, അപമാനിക്കപ്പെടുന്നവർ, നിന്ദിക്കപ്പെടുന്നവർ, അതെല്ലാം ആവേശത്തോടെ ഏറ്റുവാക്കി യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവർ ആയിരക്കണക്കിനുള്ളൊരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നീ നിന്റെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി ദുർബലനാക്കപ്പെടുകയോ അപമാനിക്കപ്പെടുകയോ വേദനിപ്പിക്കപ്പെടുകയോ ചെയ്ത് നീ ഇന്ന് അല്പം ക്ഷണമറ്റ് പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഒരു അന്തരീക്ഷത്തിൽ വിശ്വാസ മേഖലയിൽ ദുർബലനായിരിക്കുകയാണോ? ഇതാ ദൈവത്തിൻ്റെ വചനം എന്നെയും നിങ്ങളെ തൊട്ട് കുലുക്കി ഉണർത്തി പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 3-ാം തിരുലിഖിതം. അവർ എന്നെയോ എൻ്റെ പിതാവിനെയോ അറിയാത്തത് കൊണ്ട് ഇതെല്ലാം നിങ്ങളോട് ചെയ്യും. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അഗ്നി അഭിഷേകത്തിൻ്റെ ആത്മാവിനെ ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് വർഷിക്കണമേ. വിശ്വാസ മേഖലകളിൽ ജ്വലിക്കുന്നൊരു അനുഭവം, മന്ദിച്ചിരിക്കുന്ന ഹൃദയങ്ങൾ, മങ്ങിപ്പോയ ഉണർവ്, തീഷ്ണത നഷ്ടപ്പെട്ടു പോയ ഹൃദയങ്ങൾ, മന്ദത, മരവിപ്പ്, പിന്മാറ്റത്തിൻ്റെ ചിന്തകൾ, ഇങ്ങനെ മേഖലകളിൽ ദുർബലപ്പെട്ടിരിക്കുന്ന ഓരോ ഹൃദയങ്ങളിലേക്കും ഇപ്പോൾ കൃപയുടെ അഭിഷേകം നിറയട്ടെ, വിശ്വാസ ജ്വലനം നിറയട്ടെ, ആത്മാവിൻ്റെ അത്ഭുത ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 3-ാം തിരുലിഖിതം. പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും. ഹല്ലേലൂയ. ഉന്നത അഭിഷേകം നിറയട്ടെ, ഹൃദയങ്ങൾ ശക്തി പ്രാപിക്കട്ടെ, അഭിഷേക ശക്തിയെ ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിജയം വരിക്കുന്നവന് ഞാൻ ജീവൻ്റെ കിരീടം നൽകും. വെളിപാട് പുസ്തകത്തിലെ ഉന്നതമായ ഒരു വാഗ്ദാനമാണത്. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുവിൻ്റെ നാമത്തെ ഉറക്കെ വിളിക്കുക. വിശ്വാസത്തെ മുറുകെ പിടിക്കാനും വിശ്വാസത്തിന് വേണ്ടി വരുന്ന എല്ലാ കഷ്ടതകളും, ടെൻഷനും, സങ്കീർണതകളും, മനപ്രയാസങ്ങളും വലിയ ആവേശത്തോടെ ഏറ്റെടുക്കാനുള്ള അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ, ഉന്നതാഭിഷേകം വ്യാപരിക്കട്ടെ, വിശുദ്ധിയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ, വിശ്വാസത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ക്ഷീണങ്ങൾ മാറട്ടെ, ദൈവകൃപ കൊണ്ട് ജ്വലിക്കട്ടെ. ഹല്ലേലൂയ. രോഗപീഠകളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. എല്ലാ തരത്തിലുള്ള പൈശാചികതകളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന കലഹത്തിൻ്റെ അരിവുകളെ യേശു നാമത്തിൽ ആട്ടിപ്പായിക്കുന്നു. വിട്ടുപോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ മരവിപ്പ്, മന്ദത, ദേവാലയത്തിൽ പോകാൻ താല്പര്യമില്ലായ്മ, വിശ്വാസത്തിൽ സാക്ഷ്യം വഹിക്കാനുള്ള വിമുഖത യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.